Hi friends, welcome back to my channel. കുട്ടികളെ നിങ്ങളും 2025 ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പെർമനന്റ് ട്രേഡ് ആണ്, അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്നതല്ല. നിങ്ങളും ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2025 ആർമി നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഫുൾ സിലബസ് അപ്ഡേറ്റ്സ് ആണ്. എല്ലാ സിലബസും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന സിലബസ് മാത്രം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 45+ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളും ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം, ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഏത് ട്രേഡിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ആ ഒരു ട്രേഡിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും മാത്സ് കാണും, GS കാണും, GK കാണും, അതുപോലെ റീസണിങ് കാണും എന്നീ പോർഷൻസ് കാണും. ആ ഓരോ പോർഷനിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നതെന്ന് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിന് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കാര്യമാണ് ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എന്താണെന്ന്. നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് വരുന്ന റിട്ടേൺ എക്സാം ആണ്, അതിനുശേഷം PET ആൻഡ് PMT ടെസ്റ്റ് ആണ്, പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, പിന്നെ അതിനുശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പ്രോപ്പർ എക്സാം പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികളെ, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓരോ പോർഷനിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ് വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് +2 ലെവലാണോ അതോ 10th ലെവലുള്ള ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നോക്കൂ കുട്ടികളെ, ടോട്ടൽ നിങ്ങൾക്ക് അവിടെ 50 ക്വസ്റ്റ്യൻ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് നോക്കാം. GKയിൽ നിന്ന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, 40 മാർക്ക്. ഓരോ ക്വസ്റ്റ്യൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി നമുക്ക് മാത്സ് നോക്കാം. മാത്സിൽ നിന്ന് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, ടോട്ടൽ മാർക്ക് 20 ആണ്. ഫിസിക്സിൽ നിന്ന് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 20 മാർക്സ്. ബയോളജിയിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 60 മാർക്ക്. കെമിസ്ട്രിയിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ടോട്ടൽ 60 മാർക്ക്. കുട്ടികളെ, നിങ്ങളിവിടെ വെയിറ്റേജ് നോക്കൂ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ബയോളജിയിൽ നിന്നാണ്, അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നാണ്. തേർഡ് വരുന്നത് GKയിൽ നിന്നാണ്. അപ്പോൾ ഇതിനെന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനിയാണ് ഞാൻ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇവിടെ ഈ ഇമ്പോർട്ടൻറ്റ് പോർഷൻ അങ്ങ് നോക്കും, പക്ഷേ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ഏതാണ്? ഈ മാത്സും ഫിസിക്സും അങ്ങ് സ്കിപ്പ് ചെയ്യും. 5 ക്വസ്റ്റ്യനേ ഉള്ളല്ലോ, വെറുതെ എന്തോത്തിനെ നോക്കുന്നേ, അതങ്ങ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. ഒരിക്കലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. നല്ലപോലെ ഫോക്കസ് ചെയ്യണം അതിനെ. എല്ലാവരും ബയോളജി മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും കെമിസ്ട്രി മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും GK മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്നവർ എന്തായാലും ഈ 2 പോർഷനിൽ വീക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത്? എല്ലാ പോർഷനും ഈക്വലായിട്ട് കൊണ്ടുപോകണം. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണോ അതിന് കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കാൻ നോക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. കുട്ടികളെ, ഫസ്റ്റ് നമുക്ക് നോക്കാം കെമിസ്ട്രി. കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ആറ്റോമിക് സ്ട്രക്ചർ, പീരിയോഡിക് ടേബിൾ, ആസിഡ്സ് ബേസ് സോൾട്ട്, matter, substance and states of matter, physical and chemical changes, elements, compounds and mixture, metals and non-metals, chemical reactions and hydrocarbons. ഇത് +2 ലെവലുള്ള സിലബസ് ആണ്. എന്താണ് കുട്ടികളെ? +2 ലെവലുള്ള സിലബസ് ആണ്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ തവണത്തെ ആർമി നേഴ്സിംഗ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ടോപ്പിക്കും കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കെമിസ്ട്രിയുടെ ഫുൾ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനുശേഷം നിങ്ങൾ നോട്ട് ചെയ്ത് ഓരോ ചാപ്റ്ററും നിങ്ങൾ നല്ലപോലെ കവർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ബയോളജി നോക്കാം. ബയോളജി ഏതൊക്കെ ചാപ്റ്ററാണ് നോക്കുക കുട്ടികളെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കണം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ക്ലാസിഫിക്കേഷൻ, സെൽസ്, ജെനറ്റിക്സ്, ഹ്യൂമൻ അനാട്ടമി, ഡൈജസ്റ്റീവ് സിസ്റ്റം, സ്കെലറ്റൽ, എക്സ്ക്രീറ്ററി, റെസ്പിറേറ്ററി സിസ്റ്റം. അതേപോലെ കുട്ടികളെ നോക്കൂ, ഓരോ ചാപ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എൻഡോക്രൈൻ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഡിസീസ്, ബയോടെക്നോളജി, പ്ലാന്റ് ഫിസിയോളജി, എക്കോളജി, ടിഷ്യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, സ്റ്റഡി ഓഫ് ബേർഡ്സ്, ബയോളജിക്കൽ എവല്യൂഷൻ, എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി. ഇത്രയുമാണ് കുട്ടികളെ ഇമ്പോർട്ടൻറ്റ് സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഈ സിലബസ് എല്ലാം നിങ്ങൾ കവർ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക്
15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 60 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിരിക്കും. ഒന്നുകൂടി ഞാൻ വലുതാക്കി കാണിക്കാം. നോക്കൂ കുട്ടികളെ, ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരു ചാപ്റ്റർ പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ ഒന്നുകൂടി കാണിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ എല്ലാ ചാപ്റ്ററും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ബയോളജി പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് വേവ്സ് ആൻഡ് ടൈപ്സ് ഓഫ് വേവ്സ്, സൗണ്ട്, ലൈറ്റ്, ഇലക്ട്രിക് കറന്റ്, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ലോസ് ഓഫ് മോഷൻ, മോഷൻ ആൻഡ് ടൈപ്സ് ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, വെക്ടർ ആൻഡ് സ്കെലർ ക്വാണ്ടിറ്റി, പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡയമെൻഷൻ, മാഗ്നറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ്, സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. ഇത്രയുമാണ് ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഇതിനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യണം കുട്ടികളെ. സോ നെക്സ്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് മാത്സിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിൽ നിന്ന് വരുന്നത്. എന്ന് പറയും നിങ്ങൾ ഈ ഒരു പോർഷൻ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്. മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കണം കേട്ടോ കുട്ടികളെ. മാത്സ് നമുക്ക് നോക്കാം. നമ്പർ സിസ്റ്റം, ക്യൂബ് റൂട്ട്, ഡെസിമൽ ഫ്രാക്ഷൻ, എക്സ്പെൻഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം, വർക്ക് ആൻഡ് വേജസ്, മിക്സഡ് പ്രൊപ്പോർഷൻ, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട് സ്ട്രീം, ഏജ്, റേഷ്യൻ പ്രൊപ്പോർഷൻ, മിക്സ്ചർ, ഏരിയ പ്ലസ് വോളിയം, ട്രിഗ്നോമെട്രി, ആൽജിബ്ര. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. 5 ക്വസ്റ്റിന് വേണ്ടി എന്തായാലും നിങ്ങൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്തേ പറ്റത്തുള്ളൂ. ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് കട്ട് വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫൈനൽ പോർഷൻ ആണ് GK. GKയിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് കൾച്ചർ, ട്രഡീഷൻ, ഫെസ്റ്റിവൽസ്, കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യ, കറണ്ട് അഫയേഴ്സ്, റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ പൊളിറ്റിക്സ്, എക്കണോമി, സ്പോർട്സ് ആൻഡ് ഗ്ലോബൽ ന്യൂസ്, പിന്നെ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ്, സ്ട്രക്ചർ, ഹിസ്റ്ററി, ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ്, ഇൻവെൻഷൻ, ഡിസ്കവറീസ്, കീ മൈൽസ്റ്റോൺ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഇതോടൊപ്പം തന്നെ ജോഗ്രഫിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിയുടെയും എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിരിക്കണം. പിന്നെ സ്ട്രാറ്റജിക്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് കൂടിയുണ്ട്. അതായത് യുവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക്, മേജർ എയർപോർട്ട്, ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമിനെ കുറിച്ച് ചോദിക്കുന്നതായിരിക്കും. എന്നിവ പോലുള്ള 1-2 ചാപ്റ്റർ കൂടി നിങ്ങളൊന്ന് ഇതിൽ ആഡ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികളെ, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഈ തവണത്തെ ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അതോടൊപ്പം തന്നെ 50+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എവിടെ നിന്നായിരിക്കും ലഭിക്കുന്നത്? ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ക്ലാസ്സുകളും, അതായത് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 50+ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ കോഴ്സ് ഫീസ് വെറും 4000 രൂപ മാത്രമാണ്. ഈ 4000 രൂപയിലാണ് നിങ്ങൾക്ക് 50+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നത്. എത്രയാണ്? 50+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫുൾ ക്ലാസ്, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ സിലബസിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആർമി നേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ അറൗണ്ട്ലി 50-60% കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കുറച്ച് ക്ലാസ്സുകൾ ഇനി ബാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. റിവിഷൻ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് മെൻറ്റർ ലഭിക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് ഈ 50 എണ്ണം ലഭിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. 50 മോക്ക് ടെസ്റ്റും പ്രോപ്പർ ആർമി നേഴ്സിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. അപ്പോൾ നിങ്ങളും ഇതുവരെ ആർമി നേഴ്സിംഗിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിലും, സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പരമാവധി ഈ വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.